السلام عليكم ورحمة الله تعالى وبركاته. الحمد لله الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. ബഹുമാനാദരവുകൾ നിറഞ്ഞ ഉസ്താദുമാർ, അതുപോലെ രക്ഷിതാക്കൾ, മറ്റു വിദ്യാർത്ഥി സുഹൃത്തുക്കൾ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ അനുഗ്രഹത്താൽ നബി തങ്ങളെ സ്നേഹിച്ചു എന്ന ഒരു കാരണത്തോടുകൂടെ നമുക്കെല്ലാവർക്കും ഇവിടെ ഇങ്ങനെ ഒരുമിച്ച് കൂടാൻ കഴിഞ്ഞു. അൽഹംദുലില്ലാഹ് അലാ കുല്ലി ഹാൽ. നബി തങ്ങളോടുള്ള സ്നേഹത്തെ കുറിച്ച് നാം പറയുകയാണെങ്കിൽ, നാം ഒക്കെ നബി തങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് നാം ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നബി തങ്ങളോടുള്ള സ്നേഹത്തെ കുറിച്ച് നാം പറയുമ്പോൾ ആദ്യമായി നാം നോക്കേണ്ടത് സഹാബത്തിന്റെ ജീവിതത്തിലേക്കാണ്. മഹാന്മാരായ സഹാബത്തുകളെല്ലാം ജീവിച്ചു പോയത് ഏത് വഴിയിലൂടെയാണോ, അവരെങ്ങനെയാണോ അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിച്ചതെന്ന് നമുക്ക് നോക്കിയാൽ നാം ഒന്നും അതിന്റെ അംശം പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാകും. മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു ഒരിക്കലുണ്ടായല്ലോ, ബാങ്ക് വിളിക്കാൻ വേണ്ടി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വന്നിട്ട് പറയുന്നു, ഓ ബിലാലേ, ഒന്ന് ബാങ്ക് വിളിക്കുമോ ബിലാലേ, ഒന്ന് ബാങ്ക് വിളിക്കുമോ ബിലാലേ. മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹുവിന് സമ്മതം നൽകാൻ കഴിഞ്ഞില്ല. രണ്ടാമതായിട്ടതാ ഉമർ തങ്ങൾ വന്നിട്ട് പറയുകയാ, ബിലാലേ, ഒന്ന് ബാങ്ക് വിളിക്കുമോ ബിലാലേ, മദീനയൊന്ന് നിർത്തുമോ ബിലാലേ, മദീനയൊന്ന് തിരിച്ചു കൊണ്ടുവരുമോ ബിലാലേ. മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹുവിന് സമ്മതം നൽകാൻ കഴിഞ്ഞില്ല. അവസാനമായിട്ടതാ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു വന്നിട്ട് പറയുന്നു, ഓ ബിലാലേ, മദീനയൊന്ന് തിരിച്ചു കൊണ്ടുവരുമോ ബിലാലേ, ഒന്ന് ബാങ്ക് വിളിക്കുമോ ബിലാലേ, ഒന്ന് ബാങ്ക് വിളിക്കുമോ ബിലാലേ. തന്റെ പ്രേമഭാജനത്തിന്റെ പേരക്കുട്ടികളല്ലേ പറയുന്നത്, എങ്ങനെയാ എതിർക്കാൻ കഴിയുക? മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു ബാങ്ക് വിളിക്കാൻ തീരുമാനിക്കുകയാ. മദീന പള്ളിയുടെ മിമ്പറിൽ കയറി നിന്നിട്ടതാ മദീന പള്ളിയുടെ മിനാരങ്ങളിൽ നിന്ന് ബാങ്കിന്റെ മധുരധ്വനികൾ ഉയരാൻ തുടങ്ങി. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. മദീന പള്ളിയിലേക്ക് ആളുകൾ ഒഴുകാൻ തുടങ്ങി. മദീന പള്ളി നിറയാൻ തുടങ്ങി. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. സ്ത്രീകളും കുട്ടികളും മദീന പള്ളിയിലേക്ക് ഓടാൻ തുടങ്ങി. ഹബീബ് തിരിച്ചു വന്നു, മദീന തിരിച്ചു വന്നു. മദീനയ്ക്ക് എന്തു പറ്റി? ഇതുവരെ ഇല്ലാത്തൊരു ഉണർവ് മദീനയ്ക്ക് കിട്ടുകയാ. ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ ബാങ്കിന്റെ മധുരധ്വനികൾ വീണ്ടും ഇങ്ങനെ ഉയരാൻ തുടങ്ങി. അശ്ഹദു അന്ന മുഹമ്മദാ. തന്റെ പ്രേമഭാജനത്തിന്റെ പേര് പറയാൻ കഴിയാതെ ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ കാലുകൾ വിറക്കുകയാണ്, ചുണ്ടുകൾ ഇടറുകയാണ്, നാവുകൾ വിറക്കുകയാണ്. ബിലാൽ റളിയല്ലാഹു അൻഹു ബോധരഹിതനായി താഴോട്ട് വീഴുകയാ. മുഅ്മിനീങ്ങളെ, എന്തുകൊണ്ടാണെന്നറിയോ? ആ റസൂലിന്റെ പേര് പറയുമ്പോ പേര് പറയാൻ കഴിയാതെ ബിലാൽ റളിയല്ലാഹു അൻഹു മുങ്ങിപ്പൊട്ടുകയാ. മുഅ്മിനീങ്ങളെ, ഹബീബിന്റെ വഫാത്തിന് ശേഷം ഒന്നാദ്യമായിട്ടാ ബിലാൽ റളിയല്ലാഹു അൻഹു ബാങ്ക് വിളിക്കുന്നത്. ആ പേര് പറയാൻ കഴിയാതെ ബിലാൽ റളിയല്ലാഹു അൻഹു ഇങ്ങനെ വീണുപോയെങ്കില് നാമത്തെ എത്രമാത്രം അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കുന്നുണ്ടെന്ന് നാം ഒന്ന് ചിന്തിച്ചു നോക്കൂ. മുഅ്മിനീങ്ങളെ, ഈ ലോകത്ത് നഷ്ടങ്ങളില്ലാത്ത പ്രണയമുണ്ടോ? അതെന്റെ ഹബീബിനോടുള്ള പ്രണയമാ. അല്ലാഹുവിന്റെ റസൂലിനെ നാം സ്നേഹിക്കാൻ പഠിക്കണം. ഫുട്ബോൾ താരങ്ങളെയും സിനിമാ താരങ്ങളെയും സ്നേഹിച്ചു നടക്കുന്ന ഈ തലമുറയ്ക്ക് അല്ലാഹുവിന്റെ റസൂലിനോടുള്ള സ്നേഹത്തിന്റെ ഒരു ലന്നത്തെങ്ങാനും കിട്ടിയാണല്ലോ, പിന്നെ അവർക്ക് അതിൽ നിന്ന് പിന്തിരിയാൻ കഴിയൂല. അല്ലാഹുവിന്റെ റസൂലിനെ സ്വപ്നം കണ്ടാൽ അതെത്ര വലിയ അത്ഭുതമാണ്.
വലിയ സന്തോഷമാ. മുഅ്മിനീങ്ങളെ, അതിന് സാധിക്കണം. നാമിൽ എത്ര വാരിക്കുന്നത് അല്ലാഹുവിന്റെ റസൂലിനെ സ്വപ്നം കണ്ടിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂലിനെ ഒരു പ്രാവശ്യമെങ്കിലും കാണാൻ കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ജീവിതം തന്നെ മാറൂലേ മുഅ്മിനീങ്ങളെ? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അല്ലാഹുവിന്റെ റസൂലിലേക്ക് അടുക്കാനുള്ള ഏറ്റവും നല്ല മാർഗം എന്താ? അല്ലാഹുവിന്റെ റസൂലിലേക്ക് നമ്മൾ ഇങ്ങനെ സ്വലാത്ത് ചൊല്ലുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ റസൂലിലേക്ക് നമ്മുടെ ഹൃദയത്തെ ഇങ്ങനെ അടുപ്പിച്ചു കൊണ്ടിരിക്കും. എന്താ മുഅ്മിനീങ്ങളെ സ്നേഹം എന്ന് പറഞ്ഞാൽ? അല്ലാഹുവിന്റെ റസൂലിനെ നാം സ്നേഹിക്കാൻ തുടങ്ങിയാൽ അന്ന് നമുക്ക് മനസ്സിലാകും യഥാർത്ഥ സ്നേഹം എന്താ. ഈ ദുനിയാവിൽ കാണുന്ന നഷ്ടപ്രണയങ്ങളല്ല സ്നേഹം. സ്നേഹമെന്ന് പറഞ്ഞാൽ ഈ ലോകത്തും ആ ലോകത്തും നഷ്ടങ്ങളില്ലാത്ത ഒരേ ഒരു പ്രണയം, അതെന്റെയും നിങ്ങളുടെയും നേതാവ്, ഈ ലോകത്തിന്റെ നേതാവ്, മക്കയുടെ രാജാവ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹമാ മുഅ്മിനീങ്ങളെ. അതുകൊണ്ടല്ലേ വഫാത്തിന്റെ വേളയിൽ പോലും അല്ലാഹുവിന്റെ റസൂലിന് മരണവേദന സഹിക്കാൻ കഴിയുന്നില്ല. അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ കരയുകയാ. അപ്പോൾ ഇസ്രായീൽ അലൈഹിസ്സലാം ചോദിക്കുന്നുണ്ട്, നബിയേ അങ്ങെന്തിനാ കരയുന്നത്? അങ്ങെന്തിനാണ് കരയുന്നത് നബിയേ? അല്ലാഹുവിന്റെ റസൂൽ പറയുന്നുണ്ട്, ഇസ്രായീലേ എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. അല്ലാഹുവിന്റെ റസൂലിനോട് ഇസ്രായീൽ പറയുന്നുണ്ട്, ഇതിലും മരത്തിൽ റൂഹ് പിടിക്കാൻ എനിക്കറിയില്ല നബിയേ. വെണ്ണയിൽ നിന്നും നൂലെടുക്കുന്നത് പോലെയാ ഞാൻ ഈ റൂഹിനെ പിടിക്കുന്നത്. ഇതിലും അപ്പുറം മരത്തിൽ പിടിക്കാൻ എനിക്കറിയില്ല നബിയേ. ഞാൻ എത്രയോ വലിയ കൊലകൊമ്പന്മാരുടെ റൂഹിനെ പിടിച്ചവനാ. ഇതുവരെ എന്റെ കൈകൾ വിറച്ചിട്ടില്ല. എന്നാൽ ഇന്നെന്റെ കൈകൾ വിറക്കുന്നു നബിയേ. ഇസ്രായീലിന് പോലും അല്ലാഹുവിന്റെ റസൂലിനോടുള്ള സ്നേഹം കൊണ്ടാ മുഅ്മിനീങ്ങളെ. അങ്ങനെ അതാ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ആയിഷ മരണത്തിന് വല്ലാത്ത വേദനയാ, മരണത്തിന് വല്ലാത്ത വേദനയാണ് ആയിഷ, എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. അല്ലാഹുവിന്റെ റസൂൽ വീണ്ടും കരയാൻ തുടങ്ങി. അപ്പൊ ഇസ്രായീൽ വീണ്ടും ചോദിച്ചു, നബിയേ അങ്ങെന്തിനാണ് കരയുന്നത്? എന്തിനാണ് നബിയേ? അപ്പോഴതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് എന്താണെന്നറിയോ? ഞാൻ വഫാത്തായാൽ എന്റെ ആയിഷക്കാരാണ് അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചിട്ടില്ല. എന്റെ ഫാത്തിമക്കാരാണ് അല്ലാഹുവിന്റെ റസൂൽ ചിന്തിച്ചിട്ടില്ല. അല്ലാഹുവിന്റെ റസൂൽ ഇസ്രായീലിനോട് പറഞ്ഞതെന്താ? എന്റെ ഉമ്മത്തിന് വേദന സഹിക്കാൻ കഴിയില്ല ഇസ്രായീലേ. അവരുടെ വേദന കൂടെ എനിക്ക് നൽകുമോ ഇസ്രായീൽ? ഇത്രയും അധികം ഒരു അനുയായികളെ സ്നേഹിച്ച ഒരു നേതാവിനെ ഈ ലോകം ഇന്നേവരെ കണ്ടിട്ടില്ല, ഇനി കാണുകയുമില്ല. ഇതുപോലെ നേതാവിനെ സ്നേഹിക്കുന്ന ഒരു അനുയായികളെയും ഇതുവരെ ആരും കണ്ടിട്ടില്ല. മുഅ്മിനീങ്ങളെ, അതാണ് സ്നേഹം. ഹബീബിന് നമ്മളോട് എത്രമാത്രം സ്നേഹമുണ്ടായിരുന്നെന്ന് നാം മനസ്സിലാക്കിയാൽ പിന്നെ നമുക്ക് തെറ്റ് ചെയ്യാൻ കഴിയുകയില്ല. കാരണം നമ്മുടെ ഓരോ തെറ്റിനും അല്ലാഹുവിന്റെ റസൂൽ അവിടെ കരയുകയാ. അല്ലാഹുവിന്റെ റസൂലിന്റെ മനസ്സിനെ വേദനിപ്പിക്കാൻ ആഗ്രഹമുള്ള ആരെങ്കിലും ഇവിടെ ഉണ്ടാകുമോ? ഇല്ല. അങ്ങനെ അല്ലാഹുവിന്റെ റസൂലിനെ ഇഷ്ടമില്ലാത്തവരുണ്ടെങ്കിൽ ഇന്ന് ഈ വേദിയിൽ ഇരിക്കുമായിരുന്നില്ല. അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യമായി നാം സലാത്ത് പതിവാക്കണം. പിന്നീട് നാം ചെയ്യേണ്ടത് തെറ്റുകളിൽ നിന്നെല്ലാം നാം മാറി നിൽക്കണം. കാരണം നാം ചെയ്യുന്ന ഓരോ തെറ്റിനും അവിടെ നിന്ന് അല്ലാഹുവിനോട് കരഞ്ഞ് ദുആ ചെയ്യുന്നതാരാ? അല്ലാഹുവിന്റെ റസൂലല്ലേ മുഅ്മിനീങ്ങളെ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, എല്ലാവരും സലാത്തിനെ പതിവാക്കുക. സമയം വളരെ അതിക്രമിച്ചതുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. വാഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.